എല്ലാ പ്രിയ +1 വിദ്യാർത്ഥികൾക്കും സ്വാഗതം. യഥാർത്ഥത്തിൽ നമ്മളിപ്പോ +1-ലല്ല +2-ലാണ്. എന്നാലും നമ്മുടെ +1-ന്റെ അവസാനത്തെ പാഠഭാഗങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഏറ്റവും അവസാനത്തെ പാഠം പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോ ആ ചാപ്റ്ററിലേക്ക് എത്തുന്നതിനേക്കാൾ മുൻപ് ഒരു ചാപ്റ്ററും കൂടി നമുക്ക് തീർക്കാനുണ്ട്. ചുരുക്കത്തിൽ 2 ചാപ്റ്റർ നമുക്ക് എടുക്കാനുണ്ട്. ഇനി അപ്പോ റെസ്പിറേഷൻ എന്നുള്ള ഈ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. അതിന്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. റെസ്പിറേഷൻ, അടുത്ത ചാപ്റ്റർ പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഈ 2 ചാപ്റ്ററുകളും കഴിഞ്ഞാലേ നമ്മുടെ +1 പാഠഭാഗങ്ങൾ തീരുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് +2-ന്റെ പാഠഭാഗങ്ങളിലേക്ക് നീങ്ങാൻ. എന്തായാലും നമുക്ക് ഇന്നത്തെ ചാപ്റ്റർ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്നുള്ള ചാപ്റ്ററിലേക്ക് കടക്കാം. ശ്വസനം, റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ശ്വസനമാണ്. ശ്വസനം സസ്യങ്ങളിൽ മാത്രമുള്ള ഒരു പ്രതിഭാസമാണോ, അല്ലെങ്കിൽ ആനിമൽസിൽ, മൃഗങ്ങളിൽ മാത്രമുള്ള ഒരു സ്വഭാവമാണോ? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ല. എന്താണ്? മൃഗങ്ങളിൽ മാത്രമല്ല ശ്വസനം കാണുന്നത്, മറിച്ച് പ്ലാന്റ്സ്, സസ്യങ്ങളും ശ്വസിക്കുന്നുണ്ട് അഥവാ റെസ്പയർ ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഈ ശ്വസനവുമായി ബന്ധപ്പെട്ട ഓർഗനൽസ് നമ്മൾ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരിക നോസ്, ഫാരിങ്സ്, ലങ്സ്, ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളാണ് അല്ലെ. പക്ഷെ അത് ആനിമൽസിന്റെ കേസിൽ. പ്ലാന്റ്സിന്റെ കേസിലോ ഏത് ഭാഗങ്ങളിലൂടെയാണ് പ്ലാന്റ്സ് ഓക്സിജനെ ഉള്ളിലേക്ക് എടുക്കുന്നതും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുന്നതും? പ്ലാന്റ്സിൽ പല പല ഓപ്പണിങ്സ് ഉണ്ട് അല്ലെ. സ്റ്റൊമാറ്റ ഉണ്ട്, പിന്നെ എന്താ പറയാ, അവരുടെ ലെന്റിസെൽസ് എന്ന് പറയുന്ന ഓപ്പണിങ്സ് ഉണ്ട്. അതുകൂടാതെ തന്നെയും നേരിട്ട് സ്കിന്നിലൂടെയും അവരുടെ ഗ്യാസ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഗേഷ്യസ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ഓക്സിജന്റെയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിനിമയം നടക്കുന്നുണ്ട്. ഡിഫ്യൂഷൻ വഴിയും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും പ്ലാന്റ്സും ശ്വസിക്കുന്നുണ്ട്, ഒപ്പം തന്നെ ആനിമൽസും ശ്വസിക്കുന്നുണ്ട്. ഇനി നമ്മൾ ശ്വസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിടുന്ന ആ ഒരു പ്രക്രിയ മാത്രമാണോ ശ്വസനം? അതും നമുക്കറിയാം അല്ല എന്ന്, അല്ലെ? തീർത്തുമല്ല. എന്തിനാണ് നമ്മൾ ഈ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുന്നത്? എന്തിനാണ് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നത്? എന്തിനാണ്? നമ്മൾ കഴിച്ച ഭക്ഷണത്തിലെ ഗ്ലൂക്കോസിൽ നിന്ന് എനർജി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഘട്ടത്തിന്റെ ഭാഗമായാണ് നമ്മൾ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസ് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ഗ്ലൂക്കോസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു അല്ലെ. ആ ഗ്ലൂക്കോസിൽ നിന്ന് നമുക്ക് എനർജി കിട്ടണം. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അതോടൊപ്പം നമ്മൾ ശ്വസിക്കുകയും വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഭക്ഷണത്തെ എനർജി ആക്കി മാറ്റാൻ കഴിയുകയുള്ളൂ. ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസിനെ നമുക്ക് എനർജി മോളിക്യൂൾ ആയിട്ടുള്ള ATP ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഓക്സിജന്റെ അത്യാവശ്യമുണ്ട്. ഓക്സിജൻ ആവശ്യമാണ്. അപ്പൊ എന്തായാലും ആ ഒരു പ്രവർത്തനത്തിനെയാണ് യഥാർത്ഥത്തിലുള്ള റെസ്പിറേഷൻ. ഇത് എവിടെയാണ് നടക്കുന്നത്? ലങ്സിൽ വെച്ചിട്ടാണോ? മൂക്കിൽ വെച്ചിട്ടാണോ? അല്ല. എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? സെൽസ്, കോശങ്ങളിൽ വെച്ചിട്ടാണ് അല്ലെ. നമ്മുടെ തലയുടെ ഇങ്ങേറ്റം മുതൽ കാലിന്റെ അങ്ങേറ്റം വരെയുള്ള എല്ലാ ജീവനുള്ള കോശങ്ങളിലും വെച്ചാണ് എന്ത് നടക്കുന്നത്? സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്നത്. ഓരോരോ കോശങ്ങളിലും എന്ത് നടക്കുന്നുണ്ട്? സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. നമ്മുടെ മാത്രമല്ല സസ്യങ്ങളുടെയും എല്ലാ സെല്ലുകളിലും എന്ത് നടക്കുന്നുണ്ട്? എനർജി ആവശ്യമുണ്ടെങ്കിൽ അവിടെയെല്ലാം എന്ത് നടക്കുന്നുണ്ടായിരിക്കും? സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്നുണ്ടായിരിക്കും. എന്താണ് ഈ സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്ന ഒരു കെമിക്കൽ ആയിട്ടുള്ള ചേഞ്ച്? എന്ത് മാറ്റമാണ് അവിടെ ഗ്ലൂക്കോസിന് സംഭവിക്കുന്നത്? ഗ്ലൂക്കോസിൽ നിന്ന് എങ്ങനെയാണ് ATP എന്നുള്ള മോളിക്യൂൾ ഉണ്ടാവുന്നത്? നമുക്ക് ഒരു ഇക്വേഷൻ രൂപത്തിൽ അതിനെ പറയുകയാണെങ്കിൽ ഈ രീതിയിൽ എഴുതാവുന്നതാണ്. C6H12O6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ്. ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ 6 ഓക്സിജൻ മോളിക്യൂളുമായി കമ്പൈൻ ചെയ്ത് 6 കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളുകളും 6 വാട്ടർ മോളിക്യൂളുകളും ഒപ്പം എനർജിയുമായിട്ട് റിലീസ് ചെയ്യുന്നു. അപ്പൊ ഗ്ലൂക്കോസിന്റെ വിഘടനം അല്ലെ. ഗ്ലൂക്കോസ് എന്ന് പറയുന്ന
കുറച്ച് മോളിക്കുലാർ ഫോർമുലയൊക്കെയുള്ള വെയിറ്റ് ഉള്ള ഒരു മോളിക്യൂളാണ് അല്ലെ. 6 കാർബൺ ഉള്ള ഗ്ലൂക്കോസിനെ നമ്മൾ 6 കാർബൺ ഡൈ ഓക്സൈഡുകളാക്കി പൊട്ടിച്ചു വിടുകയാണ്. ഒരു കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര കാർബൺ ഉണ്ട്? ഒരു കാർബൺ അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 6 കാർബൺ ഉള്ള ഗ്ലൂക്കോസ് മോളിക്യൂളിനെ നമ്മൾ പൊട്ടിച്ച് ചെറിയ ചെറിയ മോളിക്യൂളുകളായിട്ടുള്ള ഗ്ലൂക്കോസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പ്രവർത്തനത്തിനെയാണ് നമ്മൾ സെല്ലുലാർ റെസ്പിറേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായല്ലോ. ഈ കാർബൺ ഡൈ ഓക്സൈഡിലെ കാർബൺ എവിടെ നിന്ന് വന്നു? ഗ്ലൂക്കോസിൽ നിന്ന് വന്നു അല്ലെ. 6 കാർബൺ ഉള്ള ഗ്ലൂക്കോസിൽ നിന്നാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായത്. അപ്പോ നമ്മൾ നിശ്വസിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിൽ അടങ്ങിയിരിക്കുന്ന കാർബണുകളെല്ലാം വന്നത് നമ്മൾ കഴിച്ചെടുത്ത ഭക്ഷണത്തിലെ കാർബൺ ആണ് എന്നുള്ളത് എല്ലാവരും ഓർമ്മിക്കുക. ഒപ്പം തന്നെ എന്താണ് ഇതിന് ആവശ്യമുള്ളത്? ഗ്ലൂക്കോസ് മാത്രം മതിയോ? പോരാ, എന്തും കൂടെ വേണം? ഓക്സിജനും കൂടെ വേണം. ഈ ഓക്സിജൻ ആണ് നമ്മൾ മൂക്കിലൂടെ ശ്വസിച്ച് ഉള്ളിലേക്ക് എടുക്കുന്നത്. സസ്യങ്ങളായാലും അതെ കേട്ടോ. ഉള്ളിലേക്ക് എടുക്കുന്ന ഓക്സിജനും പുറത്തേക്ക് പോകുന്ന കാർബൺ ഡൈ ഓക്സൈഡും. അതോടൊപ്പം തന്നെ എന്തും കൂടെ ഉണ്ടാവുന്നുണ്ട്? ഗ്ലൂക്കോസ് പൊട്ടിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റുന്നു. ഒപ്പം ധാരാളം എനർജിയും റിലീസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? റെസ്പിറേഷൻ എന്താണെന്ന് നമ്മൾ ചുരുക്കത്തിൽ ഇപ്പൊ തന്നെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് റെസ്പിറേഷനെ കുറിച്ചുള്ള കുറച്ചും കൂടി ആഴങ്ങളിലുള്ള സ്റ്റഡീസിലേക്ക് പോവുകയാണെങ്കിൽ റെസ്പിറേഷൻ 2 തരത്തിലുണ്ട് എന്നാണ് പറയുന്നത്. അവായു ശ്വസനവും വായു ശ്വസനവും. അവായു എന്താണ് ആ വാക്കിന്റെ അർത്ഥം? അനൈറോബിക്. എയർ വേണ്ട എന്നല്ല, ഓക്സിജൻ വേണ്ട. ഓക്സിജന്റെ അഭാവത്തിലുള്ള റെസ്പിറേഷനെയാണ് അനൈറോബിക് റെസ്പിറേഷൻ എന്ന് വിളിക്കുന്നത്. അതേസമയം ഓക്സിജൻ ആവശ്യമുള്ള റെസ്പിറേഷനെയാണ് എയറോബിക് റെസ്പിറേഷൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഇവിടെ എഴുതിയ റെസ്പിറേഷൻ ഏത് ടൈപ്പിലുള്ളതാണെന്ന് നിങ്ങൾക്ക് പറയാമോ? ഓക്സിജൻ എടുക്കുന്നതാണോ ഓക്സിജൻ എടുക്കാത്തതാണോ? എല്ലാവർക്കും നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്ത്? ഓക്സിജൻ എടുക്കുന്ന റെസ്പിറേഷൻ ആണ് ഇവിടെ ടീച്ചർ മുകളിൽ എഴുതിയിരിക്കുന്നത് അല്ലെ. ഇങ്ങനെ ഓക്സിജൻ എടുക്കുന്ന റെസ്പിറേഷനിൽ മാത്രമാണ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് പൂർണ്ണമായിട്ടും ഗ്ലൂക്കോസിനെ വിഘടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവായു ശ്വസനം അഥവാ അനൈറോബിക് റെസ്പിറേഷനിൽ എന്ത് സംഭവിക്കുന്നു? ഗ്ലൂക്കോസ് പകുതി മാത്രമാണ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുള്ളൂ. ഗ്ലൂക്കോസിന്റെ വിഘടനം പൂർണ്ണമായിട്ടും അവിടെ നടക്കുന്നില്ല എന്നുള്ളത് വേണം ഓർമ്മിക്കാനായിട്ട്. ഗ്ലൂക്കോസ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുന്നില്ല, പകരം ചില ആൽക്കഹോളോ ആസിഡോ ഒക്കെ ആയിട്ടാണ് മാറുന്നത്. ഉദാഹരണത്തിന് ലാക്റ്റിക് ആസിഡ്, അതേപോലെ തന്നെ ഈഥൈൽ ആൽക്കഹോൾ തുടങ്ങിയ കോമ്പൗണ്ടുകളായിട്ടാണ് ഗ്ലൂക്കോസ് മാറുന്നത്. അതിലെല്ലാം 2 കാർബൺ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ചെറിയ മോളിക്യൂൾസ് ആയിട്ട് അതിനെ വിഘടിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതോടൊപ്പം തന്നെ എനർജിയുടെ ഉൽപാദനവും കുറവായിരിക്കും. വായു ശ്വസനത്തിലാണ് കാർബൺ മുഴുവനായിട്ടും എനർജി റിലീസ് നടക്കുന്നത്. ധാരാളം എനർജി കിട്ടുന്നത് വായു ശ്വസനത്തിലാണ്, എയറോബിക് റെസ്പിറേഷനിലാണ്. അനൈറോബിക് റെസ്പിറേഷനിൽ പകുതി മാത്രമല്ലേ വിഘടിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ എനർജിയുടെ ഉൽപാദനവും വളരെ കുറവായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്കൊന്നുകൂടെ നോക്കാം. സെല്ലുലാർ റെസ്പിറേഷൻ ഇൻ എയറോബിക്സ്. എങ്ങനെയാണ് എയറോബിക് റെസ്പിറേഷനിൽ ഗ്ലൂക്കോസ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ടൊക്കെ മാറി എനർജിയൊക്കെ ആയിട്ട് മാറുന്ന ഈ പ്രവർത്തനം എങ്ങനെ നടക്കുന്നു എന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ധാരാളം നമ്മള് മറ്റേ ഇതിൽ പറഞ്ഞിരുന്നു, ഫോട്ടോസിന്തസിസിൽ പറഞ്ഞിരുന്നു അല്ലെ. കാൽവിൻ സൈക്കിളിൽ ധാരാളം സ്റ്റെപ്പുകളിലൂടെയാണ് കെമിക്കൽ റിയാക്ഷനുകൾ നടന്നിട്ടാണ് അവസാനം ഗ്ലൂക്കോസ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞിരുന്നു അല്ലെ. അതേപോലെ തന്നെ ഗ്ലൂക്കോസിന്റെ വിഘടനവും വളരെയധികം കെമിക്കൽ റിയാക്ഷനുകളുടെ ഫലമായിട്ടാണ് ഉണ്ടാവുന്നത്. ഇത്തരം കെമിക്കൽ റിയാക്ഷനുകളെ പഠനത്തിന്റെ സൗകര്യത്തിന് ഇത് കണ്ടെത്തിയ സയന്റിസ്റ്റുമാരുടെ അഭിപ്രായ പ്രകാരം ഇതിനെ പല രീതിയിലാണ് ക്രോഡീകരിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. ആദ്യത്തെ ഒരു സെഗ്മെന്റ് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ഗ്ലൈക്കോളിസിസ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടില്ല, SIS എന്നുള്ളത് മാഞ്ഞു പോയിട്ടുണ്ട്. ഗ്ലൈക്കോളിസിസ് എന്നാണ് വിളിക്കുക. ആദ്യത്തെ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് ഗ്ലൈക്കോളിസിസ്. ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡ് എന്ന് പറയുന്ന 6 കാർബൺ ഉള്ള ഗ്ലൂക്കോസ്
3 കാർബൺ മാത്രമുള്ള പൈറുവിക് ആസിഡ് എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ആയിട്ട്, ഒന്നല്ല 2 മോളിക്യൂൾസ്, 6 കാർബൺ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് 2 പൈറുവിക് ആസിഡ് സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റൂ അല്ലെ. അപ്പൊ അങ്ങനെ 6 കാർബൺ ഉള്ള ഗ്ലൂക്കോസിൽ നിന്നും 2 പൈറുവിക് ആസിഡ് മോളിക്യൂളുകളെ ഉണ്ടാക്കുന്ന പ്രവർത്തനത്തിനെയാണ് ഗ്ലൈക്കോളിസിസ് എന്ന് പേരിട്ട് വിളിക്കുന്നത്. ഇതും നടക്കുന്നത് ഒറ്റഘട്ടത്തിലൂടെയല്ല. നോക്കൂ മക്കളെ, ഇതാണ് ഗ്ലൈക്കോളിസിസ്. അപ്പൊ മനസ്സിലായല്ലോ, കുറെ സ്റ്റെപ്പുകൾ ഉണ്ട്, കുറെ കെമിക്കൽ റിയാക്ഷനുകൾ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ഇങ്ങനെ ഓർത്തിരുന്നാൽ മാത്രം പോരാ, ഇത് നമുക്ക് നന്നായി പഠിക്കാനുണ്ട് കേട്ടോ. ഈ ഓരോ സ്റ്റെപ്പുകളും നമുക്ക് അറിഞ്ഞിരിക്കണം. അടുത്ത ഘട്ടത്തെ വിളിക്കുന്ന പേരാണ് ക്രെബ്സ് സൈക്കിൾ. ക്രെബ്സ് സൈക്കിൾ ഇത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്റെ പേരാണ് ക്രെബ്സ് കേട്ടോ. ഇത് കൂടാതെ ഇതിന് മറ്റു പേരുകളൊക്കെ ഉണ്ട്. ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ, പിന്നെന്താണ് TCA സൈക്കിൾ എന്നിങ്ങനെ പല പേരുകളിലും, സിട്രിക് ആസിഡ് സൈക്കിൾ എന്നിങ്ങനെയുള്ള പേരുകളിലൊക്കെ അറിയപ്പെടുന്നതാണ് ഈ ക്രെബ്സ് സൈക്കിൾ എന്ന് പറയുന്നത്. പൈറുവിക് ആസിഡ് ഉണ്ടായല്ലോ, അവസാനം പൈറുവിക് ആസിഡ് മോളിക്യൂൾ ഉണ്ടാവും ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞിട്ട് അല്ലെ. 2 മോളിക്യൂൾ പൈറുവിക് ആസിഡ് ഉണ്ടാവുന്നില്ലേ? ഈ 2 മോളിക്യൂൾ പൈറുവിക് ആസിഡും വീണ്ടും വിഘടിച്ചിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് മാറുന്നത്. അങ്ങനെ അവസാനമായിട്ട് ഈ ഒരു ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സ് നടത്തുന്നത് ക്രെബ്സ് സൈക്കിളിലൂടെയാണ്. ടീച്ചർ പറഞ്ഞല്ലോ എയറോബിക് റെസ്പിറേഷനിൽ 3 ഘട്ടങ്ങൾ ഉണ്ടെന്ന്. എന്നിട്ട് ഇപ്പൊ 2 ഘട്ടമായപ്പോഴേക്കും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടായെന്ന് പറയുന്നു. പിന്നെ എങ്ങനെയാ ടീച്ചറെ, പിന്നെ എന്തിനാ 3ാമത്തെ ഒരു ഘട്ടം? സംശയം ഉണ്ടോ? ആർക്ക് സംശയം അല്ലെ? ഞങ്ങൾ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. എന്നാൽ ഇപ്പൊ ശ്രദ്ധിച്ചോളൂ, ആ 2 ഘട്ടത്തിലൂടെ കെമിക്കൽ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് കഴിയും. പിന്നീട് നിൽക്കുന്നത് എനർജി ഉൽപാദനമാണ്, ATPയുടെ സിന്തസിസ് ആണ്. ATPയുടെ സിന്തസിസ് എപ്പോൾ നടക്കണമെങ്കിലും അവിടെ ഒരു മെംബ്രെയിൻ ഉണ്ടായിരിക്കണം, പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടായിരിക്കണം, മാത്രമല്ല പ്രോട്ടോൺ പമ്പ്, അതായത് ATP സിന്തേസ് എന്ന് പറയുന്ന എൻസൈം ആ മെംബ്രെയിന്റെ ഇടയിൽ ഉണ്ടായിരിക്കണം. പ്രോട്ടോണുകൾ പമ്പ് ചെയ്ത് പുറത്തേക്ക് വരണം എന്നൊക്കെ നമ്മൾ കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അത് ഇവിടെയും വേണ്ടേ? വേണം. അത്തരത്തിലുള്ള ATPയുടെ സിന്തസിസ്, അങ്ങനെ ATP പെട്ടെന്നൊന്നും ഉണ്ടാവില്ല. ATP ഉണ്ടാവണമെങ്കിൽ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടാവണം. പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടാവണമെങ്കിൽ ഇലക്ട്രോണുകൾ ട്രാൻസ്പോർട്ട് നടക്കണം. അപ്പൊ ഇലക്ട്രോണുകളുടെ ട്രാൻസ്പോർട്ട് ആണ് ഇവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. 3ാമത്തെ ഘട്ടത്തിൽ അപ്പൊ എന്താണ് നടക്കുന്നത്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. നമ്മള് ഫോട്ടോസിന്തസിസ് പഠിച്ചപ്പോഴും പഠിച്ചിരുന്നു അല്ലെ. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം, മെംബ്രെയിനിന്റെ ഇടയിൽ അടങ്ങിയിരിക്കുന്ന പല പ്രോട്ടീനുകളിലൂടെയും ഇലക്ട്രോൺ ഇങ്ങനെ ഓടി ഓടി പോയിട്ട് അവസാനം ഒരു മോളിക്യൂളിൽ ചെന്നെത്തും. അതേത് മോളിക്യൂളാന്ന് ടീച്ചർ ഇപ്പൊ പറയില്ല, പിന്നീട് പറയുള്ളൂ. എന്തായാലും അങ്ങനെ ഒരു മോളിക്യൂളിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ആ യാത്രയിലാണ് പ്രോട്ടോണുകൾ ഉള്ളിലേക്ക് വരുന്നത്. അങ്ങനെ പ്രോട്ടോൺ ഒരു ഭാഗത്ത് കൂടിയാൽ മാത്രമാണ് എന്ത് നടക്കുകയുള്ളൂ? കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് പ്രകാരം ATPയുടെ ഫോർമേഷൻ നടക്കുകയുള്ളൂ. അങ്ങനെ ലാസ്റ്റത്തെ ഘട്ടമാണ് എനർജിയുടെ ഉൽപാദനം അഥവാ ATPയുടെ പ്രോസസിംഗ്. അതിനുവേണ്ടിയാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. മനസ്സിലായല്ലോ. അപ്പോ എയറോബിക് റെസ്പിറേഷൻ പ്രൊസീഡ് ചെയ്യുന്നത് 3 ഘട്ടങ്ങളിലൂടെയാണ്. ആദ്യത്തെ ഘട്ടത്തിന് ഗ്ലൈക്കോളിസിസ് എന്നും, രണ്ടാമത്തതിനെ ക്രെബ്സ് അഥവാ TCA സൈക്കിൾ എന്നും, ലാസ്റ്റത്തെ ഘട്ടത്തിന് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്നുമാണ് പറയുന്നത്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് സ്റ്റേജ് ആണ്, നെക്സ്റ്റ് എയറോബിക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത എന്താണ്? എനൈറോബിക്. അതെ, എനൈറോബിക് എന്താണ്? റെസ്പിറേഷൻ ഇൻ എനൈറോബിക് ഓർഗാനിസംസ്. എങ്ങനെയാണ് അവരിൽ നടക്കുന്നത്? എനൈറോബിക് ആയിട്ടുള്ള ബാക്ടീരിയകളിലും മറ്റും എങ്ങനെ റെസ്പിറേഷൻ നടക്കും? അതാ നോക്കൂ, ഇവിടെയും ഗ്ലൈക്കോളിസിസ് തന്നെയാണ് ആദ്യത്തെ ഘട്ടം. കണ്ടോ, കോമൺ ആണല്ലേ. എയറോബിക്കിനും എനൈറോബിക്കിനും കോമൺ ആയിട്ടുള്ള ഒരു പാത്വേ, ഒരു കെമിക്കൽ റിയാക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഏതാണ്? ഗ്ലൈക്കോളിസിസ് അല്ലെ. അത് രണ്ടിലും ആദ്യത്തെ ഘട്ടമായിട്ട് വരുന്നുണ്ട്. ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞ് എന്തുണ്ടാവും എന്നാണ് ടീച്ചർ പറഞ്ഞത്? ഗ്ലൈക്കോളിസിന്റെ പ്രോഡക്റ്റ് എന്താണെന്നാ പറഞ്ഞത്? പൈറുവിക് ആസിഡ് അല്ലെ. ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്ന പ്രവർത്തനത്തിനെയാണ് ഗ്ലൈക്കോളിസിസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പൈറുവിക് ആസിഡ് ഉണ്ടായിട്ടുണ്ട്. ഗ്ലൈക്കോളിസിസ് കഴിയുമ്പോൾ പൈറുവിക് ആസിഡ് ഉണ്ടാവും. അതാ, പൈറുവിക് ആസിഡ് TCA സൈക്കിളിൽ കടക്കണതിന് പകരം മറ്റൊരു സ്റ്റേജിലേക്കാണ് ഇവിടെ കടക്കുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് ഫെർമെന്റേഷൻ. മറ്റൊരു കെമിക്കൽ റിയാക്ഷനിലേക്കാണ് കടക്കുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് ഫെർമെന്റേഷൻ അഥവാ എനൈറോബിക് റെസ്പിറേഷൻ. ഫെർമെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? എനൈറോബിക് റെസ്പിറേഷൻ. ഇവിടെയാണ് നമ്മൾ പറഞ്ഞ ഗ്ലൂക്കോസ് കംപ്ലീറ്റ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡൊന്നുമായിട്ട് മാറില്ല ഈ പ്രവർത്തനത്തിൽ എന്ന് പറഞ്ഞാൽ ആൽക്കഹോളും ലാക്ടിക് ആസിഡും ഒക്കെ ആയിട്ടാണ് ഇവിടെ മാറുന്നത് കേട്ടോ.
എനർജി കുറച്ചേ കിട്ടുള്ളൂ ഇവിടെ കേട്ടോ. എന്തായാലും അതിനോട് ശേഷം ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റവും നടക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിൽ നമുക്ക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഒന്നും ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാൻ തരുന്നില്ല. നമുക്ക് ഈ ഒരു 3 പ്രോസസ്സിംഗ് കംപ്ലീറ്റ് പഠിക്കണം. പിന്നെ ഫെർമെന്റേഷൻ എന്താണെന്ന് പഠിക്കണം. കൂടാതെ നമ്മളിപ്പോ ഒരു കാര്യം പോയിന്റ് മനസ്സിലാക്കി, എന്താണ് എയറോബിക് റെസ്പിറേഷനും എനൈറോബിക് റെസ്പിറേഷനും കോമൺ ആയിട്ട് ഒരു പാത്വേ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഗ്ലൈക്കോളിസിസ്. മനസ്സിലായല്ലോ? അങ്ങനെ കോമൺ ആയിട്ടുള്ള ഒരു പാത്വേ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഒന്ന് പഠിച്ചെടുത്താലോ. ഈ പാത്വേ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പൊ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാൻ പോവുകയാണ്. എന്താണ് ടോപ്പിക്കിന്റെ പേര്? ഗ്ലൈക്കോളിസിസ്. Glycolysis. What is the term meaning of this term? Glyco meaning glucose. എളുപ്പമാണ് കേട്ടോ ഈ ടേമിന്റെ അർത്ഥം വളരെ എളുപ്പമാണ്. ഗ്ലൈക്കോ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഗ്ലൂക്കോസ് എന്നാണ്. ലൈസിസ് എന്ന വാക്കിന്റെ അർത്ഥം ബ്രേക്ക് ഡൗൺ എന്നാണ്. എന്താണ് ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പൊട്ടുക, പൊട്ടിത്തകരുക. എവിടെയാ പൊട്ടിത്തകർന്നത്? എന്താ പൊട്ടിത്തകർന്നത്? ഗ്ലൂക്കോസ് മോളിക്യൂൾ അല്ലെ? ഇതാണ് ആ ഗ്ലൂക്കോസ് മോളിക്യൂൾ. ഈ ഗ്ലൂക്കോസ് മോളിക്യൂൾ 6 കാർബൺ കൊണ്ട് ഇങ്ങനെ ഭാരം വഹിച്ചിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴാണ് എന്ത് പറയുന്നത്? ഗ്ലൈക്കോളിസിസ് പറയുന്നത്. വേണ്ട മകനെ, നിന്നെ ഞാൻ പൊട്ടിച്ചു തരാം, നിന്നെ കനം കുറഞ്ഞ 2 മോളിക്യൂളുകളായിട്ട് പൊട്ടിച്ചു തരാം എന്ന് പറയുന്നത്. ആ ഒരു പ്രവർത്തനത്തിനെയാണ് നമ്മൾ ഗ്ലൈക്കോളിസിസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഗ്ലൂക്കോസ് 6 കാർബണുള്ള ഗ്ലൂക്കോസിനെ 3 കാർബണുള്ള പൈറുവിക് ആസിഡ് എന്ന് പറയുന്ന സംയുക്തമായിട്ട് അല്ലെങ്കിൽ കോമ്പൗണ്ട് ആയിട്ട് മോളിക്യൂൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ് അല്ലെ. നോക്കൂ, 2 എണ്ണം ഉണ്ടായിട്ടാ. ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളിൽ നിന്നും 2 പൈറുവിക് ആസിഡ് മോളിക്യൂളുകളെയാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ എന്താണ്, നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി ഇത് എവിടെ നടക്കുന്നു? എവിടെയാണ് ഗ്ലൈക്കോളിസിസ് നടക്കേണ്ടത്? സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്നത് സെല്ലിലാണെന്ന് പറഞ്ഞു. സെല്ലിൽ എന്തൊക്കെയുണ്ട്? സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, മൈറ്റോകോൺഡ്രിയ, ഗോൾജി കോംപ്ലക്സ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ന്യൂക്ലിയസ്, എന്താ പറയാ സെൻട്രോസോംസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. പ്ലാന്റ് സെൽസ് ആണെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ടാവും. അപ്പോ ഇതുപോലുള്ള ധാരാളം ഓർഗനൽസ് അടങ്ങിയതാണ് സെൽ എന്നുള്ളത് അല്ലെ. ഈ ഇതില് ഏത് ഭാഗത്ത് വെച്ചിട്ടാണ് സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്നത്? സെല്ലുലാർ റെസ്പിറേഷൻ അഥവാ എയറോബിക് റെസ്പിറേഷൻ നടക്കണമെങ്കിൽ 2 ഭാഗങ്ങൾ വേണം. നമ്മൾ പഠിച്ചത് മൈറ്റോകോൺഡ്രിയ എന്നാണല്ലോ. ടീച്ചറല്ലേ പറഞ്ഞു തന്നത് റെസ്പിറേഷന്റെ സൈറ്റ് മൈറ്റോകോൺഡ്രിയ ആണ്. അവിടെയാണ് എനർജി ഉണ്ടാക്കുന്നത്, ATP ഉണ്ടാക്കുന്നത് എന്നൊക്കെ അല്ലെ. ശരിയാണ്, ടീച്ചർ അങ്ങനെ പറഞ്ഞു പോയി. പക്ഷേ യഥാർത്ഥത്തിലുള്ള സെല്ലുലാർ റെസ്പിറേഷൻ നടക്കണമെങ്കിൽ 2 ഭാഗങ്ങൾ വേണം. മൈറ്റോകോൺഡ്രിയ മാത്രം പോരാ. പിന്നെ ആരാണ് ഈ മൈറ്റോകോൺഡ്രിയക്ക് കൂട്ടു നിൽക്കുന്നത്? ആരാണ്? അറിയാൻ ആകാംക്ഷ തോന്നുന്നില്ലേ? നമ്മൾ ഇതുവരെ മൈറ്റോകോൺഡ്രിയയുടെ പേര് മാത്രമാണ് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടത് അല്ലെ. പക്ഷേ മൈറ്റോകോൺഡ്രിയയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ചില പ്രവർത്തനങ്ങളൊക്കെ നേരത്തെ നടക്കുന്നുണ്ട്. ആ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ്, കോശദ്രവ്യത്തിൽ വെച്ചിട്ടാണ്. അവിടെ ധാരാളം എൻസൈമുകളുണ്ട്. നമ്മള് സ്ട്രോമ എന്ന് പറയുന്ന ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലെ ഫ്ലൂയിഡിൽ ധാരാളം എൻസൈമുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അതേപോലെ സൈറ്റോപ്ലാസത്തിലും ധാരാളം എൻസൈമുകൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഈ എൻസൈമുകളുടെ സഹായത്താലാണ് ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന ഘട്ടം എവിടെ നടന്നു? മനസ്സിലായി അല്ലെ? എവിടെ നടന്നത്? സൈറ്റോപ്ലാസം. അപ്പോ ഗ്ലൈക്കോളിസിന്റെ വെന്യൂ, ഗ്ലൈക്കോളിസിസ് എന്നുള്ള ഈ വലിയ പ്രവർത്തനം നടക്കാനുള്ള സ്ഥലം എവിടെയാണ്? ആ സ്ഥലം, ആ സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് സൈറ്റോപ്ലാസം അഥവാ സൈറ്റോസോൾ. സൈറ്റോപ്ലാസത്തിന്റെ മറ്റൊരു പേരാണ് സൈറ്റോസോൾ. പേടിക്കണ്ട കേട്ടോ, സൈറ്റോപ്ലാസം എന്ന് പഠിച്ചാൽ മതി. ടെക്സ്റ്റ് ബുക്കിൽ സൈറ്റോസോൾ എന്ന് എഴുതിയിരിക്കുന്ന കണ്ട് ആരും ഞെട്ടരുത് എന്ന് മാത്രം. അപ്പോൾ സൈറ്റോപ്ലാസം is also known as cytosol, where glycolysis takes place. In this reaction or in this glycolysis, glucose is break down into 2 molecules of pyruvic acid. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. എന്നാ ശരി ടീച്ചറെ, ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞില്ലേ, നമുക്ക് അടുത്ത സൈക്കിളിലേക്ക് കടക്കാം. ക്രബ്സ് സൈക്കിൾ. ഓടാൻ വരട്ടെ. നമുക്കിത് ഇതിന്റെ ഈ ഒരു പ്രോസസ് ടീച്ചർ ഒരു റിയാക്ഷൻ പോലെ എഴുതിയെങ്കിലും ഇങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ കഴിയില്ലത്. അത് കഴിയണമെങ്കിൽ കുറച്ച് സ്റ്റെപ്പുകളും കൂടെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. കഷ്ടാണ്, സാരില്ല, പക്ഷെ പഠിച്ചാൽ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. അപ്പൊ ധൈര്യമില്ലേ? അപ്പൊ നമുക്ക് മാർക്ക് വാങ്ങിക്കാനുള്ള ഒരു പോയിന്റ് ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ നമ്മൾ
കഴിക്കാൻ തയ്യാറായി കഴിഞ്ഞു. ഗ്ലൂക്കോസിന് എന്ത് സംഭവിക്കുന്നു? ഗ്ലൂക്കോസ് എവിടെ എത്തി? ബ്ലഡ് ഗ്ലൂക്കോസിനെ എവിടേക്ക് എത്തിച്ചു? നമ്മുടെ സെല്ലുകളിലേക്ക്, കോശങ്ങളിലേക്ക് എത്തിച്ചു. നമ്മുടെ മാത്രമല്ല സസ്യങ്ങളുടെ കോശങ്ങളിലേക്കും എത്തിച്ചു. അവിടെ ബ്ലഡ് അല്ല എത്തിക്കുക, അത് മറ്റു മാർഗങ്ങളിലൂടെ ഫ്ലോയം വഴി എല്ലാ ഭാഗങ്ങളിലേക്കും ഫുഡ് മെറ്റീരിയൽസ് എത്തുന്നുണ്ടല്ലോ. അങ്ങനെ ഗ്ലൂക്കോസ് എല്ലാ കോശങ്ങളിലേക്കും പ്രവേശിച്ചു കഴിഞ്ഞു. അവിടെ റെഡി ആയി കഴിഞ്ഞു ഗ്ലൂക്കോസിനെ ഇനി പൊട്ടിച്ച് അതിൽ നിന്നും എനർജി എടുക്കണം. നമുക്ക് എനർജി എടുക്കണേക്കാൾ മുൻപ് ആദ്യം പൈറുവിക് ആസിഡ് ഉണ്ടാക്കണം, അല്ലെ? അപ്പൊ ഗ്ലൂക്കോസിനെടുത്തു. 6 കാർബൺ ഉണ്ട് ഗ്ലൂക്കോസിലേക്ക് ഒരു ATP മോളിക്യൂളിനെയും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്തു. സൈറ്റോപ്ലാസ്റ്റിൽ വെച്ചിട്ടാണ് ഡൈ പ്രവർത്തനമൊക്കെ നടക്കാൻ പോണത്. ഗ്ലൂക്കോസിലേക്ക് ATP മോളിക്യൂൾ ഒരെണ്ണം. ടീച്ചർ എന്തായി പറയണത്? എനർജി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇതിലേക്ക് ATPനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ റിയാക്ഷനിൽ ഒരു ATP പോയില്ലേ? നഷ്ടല്ലേ? ഇവിടെ നഷ്ടക്കച്ചവടമാണോ വേണ്ടത് നമുക്ക്? അല്ല, നമുക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കണം. പേടിക്കേണ്ട. ATP നമുക്ക് ഇത് മുതൽ മുടക്കിയാലല്ലേ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. അപ്പൊ ഇതൊരു മുതൽ മുടക്കായിട്ട് നമ്മൾ കരുതിയാൽ മതി. കാരണം ഇതിന്റെ ഇരട്ടി നമുക്ക് തിരിച്ചു കിട്ടും. അങ്ങനെ വഴിക്കുക, അല്ലാതെ വെറുതെ ടീച്ചർ ഇങ്ങനെ പറയില്ല, അല്ലെ? അതാണ് ഇവിടെ എന്താ സംഭവിച്ചത്? ഗ്ലൂക്കോസ് ഒരു ATP മോളിക്യൂളും ഉപയോഗിച്ചുകൊണ്ട് ഗ്ലൂക്കോസിലേക്ക് ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂളിനെ ഇട്ട് കൊടുത്തു. എത്ര കാർബൺ ഉണ്ട് ഗ്ലൂക്കോസില്? 6 കാർബൺ ഉണ്ട്, അല്ലെ? 1 2 3 4 5 6 6 കാർബണുകൾ വരിയായി നിൽക്കുന്നു. 6ാമത്തെ കാർബണിലേക്കാണ് നമ്മൾ എന്ത് ഇട്ടുകൊടുത്തത്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ഇട്ടുകൊടുത്തത്. എവിടെ നിന്നാണ് നമ്മൾ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എടുത്തത്? അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് എന്നുള്ള ATPയിൽ നിന്നും. അപ്പൊ ATP എന്തായി ഉണ്ടാവും? പാവം ATP സ്വന്തമായിട്ട് കൊണ്ടു നടന്നിരുന്ന 3 ഫോസ്ഫേറ്റ് മോളിക്യൂളുകളിൽ നിന്ന് ഒരെണ്ണത്തിനെ വിട്ടുകൊടുത്താൽ ATP എന്തായി മാറും? ADP ആയിട്ട് മാറും, അല്ലെ? അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് ആയിട്ട് മാറും. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഇപ്പോൾ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് converts to adenosine diphosphate, liberating one phosphate molecule which is taken by glucose, and glucose converts to glucose 6-phosphate. എന്താ ഒരു ഗമ, അല്ലെ? ആദ്യം ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ ആർക്കും ഒരു വിലയില്ല. ഇപ്പൊ എന്തായി മാറി? ഗ്ലൂക്കോസ് 6-phosphate. 6ാമത്തെ കാർബണിൽ എനിക്കൊരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടി ഉണ്ട്. അങ്ങനെ ഗ്ലൂക്കോസ് 6-phosphate ഇങ്ങനെ ഗമയിലിരിക്കുമ്പോഴാണ് ഗ്ലൂക്കോസിന്റെ ട്വിൻ ബ്രദർ. ആരാണ് ഗ്ലൂക്കോസിന്റെ ട്വിൻ ബ്രദർ? ആരാണ് ഗ്ലൂക്കോസിന്റെ ഐസോമർ? ഫ്രക്ടോസ്, അല്ലെ? ഫ്രക്ടോസ് പറയും, അതെ, നീ മാത്രം അങ്ങനെ പേര് ഗമ വെച്ചിരിക്കുമ്പോ എനിക്കൊരു വിഷമം, എന്നെയും കൂടി ആ പേരിലേക്ക് ചേർത്തോ? ഓക്കെ, ശരി. അങ്ങനെ എന്താക്കും? ഗ്ലൂക്കോസിന് അങ്ങനെ പക്ഷാപാതമൊന്നുമില്ല, ട്വിൻ ബ്രദർ അല്ലേ, എന്തായാലും സഹായിച്ചല്ലേ പറ്റുള്ളൂ. ഗ്ലൂക്കോസ് എന്തായി മാറുന്നു? ഫ്രക്ടോസ് 6-phosphate ആയിട്ട് ഐസോമറൈസേഷൻ ചെയ്യും. ഐസോമറൈസേഷൻ നടന്ന ഗ്ലൂക്കോസ് എന്തായി മാറും? ഗ്ലൂക്കോസ് 6-phosphate ഫ്രക്ടോസ് 6-phosphate ആയിട്ട് മാറും. ഈ ഫ്രക്ടോസ് 6-phosphate ഫ്രക്ടോസ് 6-phosphate ഇത്തിരി അഹങ്കാരം കൂടുതലാണ്. ആദ്യം വലിയ എളിമയിലൊക്കെ നിന്നു, എന്നെ ഫ്രക്ടോസ് ആക്കി തരുമോ, എന്നെയും കൂടി ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിച്ചു നിന്നെങ്കിലും ഫ്രക്ടോസിന് ഭയങ്കര അഹങ്കാരം കൂടുതലാ. അഹങ്കാരം കൂടുതൽ കാരണം എന്ത് ചെയ്തു? ഫ്രക്ടോസ് പറയും, എനിക്ക് 6ാമത്തെ കാർബണിൽ മാത്രം ഫോസ്ഫേറ്റ് പോരാ, എനിക്ക് 1ാമത്തെ കാർബണില്, മുകളിലത്തെ കാർബണില്, എനിക്ക് മുകളിലത്തെ കാർബണിലും കൂടി ഒരു ഫോസ്ഫേറ്റ് വെച്ച് തരുമോ? ആരോട് ചോദിക്കും? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഒരെണ്ണം കൂടി എടുക്കും അവൻ. എന്താണ്? ആരോടും ചോദിക്കില്ല. ഒരു അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റും കൂടി എടുത്തുകൊണ്ട് ഫ്രക്ടോസ് 6-phosphate എന്തായി മാറും? ഫ്രക്ടോസ് 1,6-bisphosphate. ഫ്രക്ടോസ് 1,6-bisphosphate. എന്താ അതിനർത്ഥം? 1ാമത്തെ കാർബണിൽ ഒരു ഫോസ്ഫേറ്റിനെ ആഡ് ചെയ്തു, 6ാമത്തേലും ആഡ് ചെയ്തു. 6ാമത്തേലും നേരത്തെ ഉണ്ടായിരുന്നു, 1ാമത്തേലും പുതിയത് ആഡ് ചെയ്തു. പാവം ATP എല്ലാത്തിനും സഹായിക്കാൻ, അല്ലെ? ATP എന്തായി മാറി? ADP ആയി മാറി. ഒരു ഫോസ്ഫേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ATP ADP ആവുമല്ലോ, സ്വാഭാവികം. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്തായാലും അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു. മനസ്സിലായല്ലോ? അപ്പോ ഈ ഒരു പ്രവർത്തനത്തിൽ നമുക്ക് മുതൽ മടക്കാണ് ഇതെന്നുള്ളത് ഓർമ്മിക്കുക കേട്ടോ. 2 ATP നമ്മൾ ഇട്ട് കൊടുക്കണം വെറുതെ. ഇത് നമ്മള് ചൂണ്ടിട്ട് കൊടുക്കില്ലേ? ചൂണ്ടിട്ട് കൊടുക്കുമ്പോ എന്തെങ്കിലും ചെറിയ മീനിനൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ, എന്നാലേ നമുക്ക് വലിയ മീനിനെ പിടിക്കാൻ പറ്റുള്ളൂ. അതേപോലെ ഇവിടെ ചൂണ്ടയ്ക്ക് നമ്മൾ 2 ATP ഇട്ട് കൊടുത്തു കേട്ടോ.
ഒന്നാമത്തത് ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആക്കാൻ, രണ്ടാമത്തത് അഹങ്കാരത്തിന് എന്ത് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റിന് ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ആവാനായിട്ട്. അങ്ങനെ ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ഇങ്ങനെ ഗൗരവത്തിൽ ഇങ്ങനെ അഹങ്കാരത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ത് പറ്റും? വല്ലാണ്ട് അഹങ്കാരം കൂടി എന്താ ഉണ്ടാവുക? തകർന്നു പോവും. അത് തന്നെ ഉണ്ടാവുക. എന്താ ഉണ്ടായത്? ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് 3 ഇതുവരെ 6 കാർബണുള്ള കോമ്പൗണ്ട് ആയിരുന്നു കേട്ടോ. 3 കാർബണുള്ള 2 കോമ്പൗണ്ട് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. നന്നായില്ലേ? അഹങ്കാരം കൂടിയതിന്റെ ഫല സാരില്ല, അനുഭവിക്കട്ടെ. ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് 6 കാർബണുള്ള ഒരു കോമ്പൗണ്ട് ആണ്. അത് 3 കാർബണുള്ള 2 സംയുക്തങ്ങളായിട്ട് മാറുന്നു. ഈ സംയുക്തങ്ങളെ ട്രയോസ് ഫോസ്ഫേറ്റ് എന്നുള്ള ഓമന പേരിൽ നമുക്ക് വിളിച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് അതിന്റെ കറക്റ്റ് പേരിലേക്ക് അറിയാം. ഇവർ രണ്ടുപേരും ട്വിൻസ് ആണ് കേട്ടോ. ഇങ്ങനെ 2 മോളിക്യൂളുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഈ മോളിക്യൂളുകളുടെ പേരാണ് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ്, മറ്റൊന്നാണ് ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ്. ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ്. ഇതൊക്കെ ഓർമ്മിക്കാൻ വല്ലാത്ത പ്രയാസമാണ് അല്ലെ? സാറി നമുക്ക് തൽക്കാലം ട്രയോസ് ഫോസ്ഫേറ്റിന്റെ 2 മോളിക്യൂളുകളായിട്ടാണെന്ന് ഓർമ്മിക്കാലോ. അത് അത്ര എളുപ്പല്ലേ? അപ്പൊ അങ്ങനെ 2 ട്രയോസ് ഫോസ്ഫേറ്റുകളായിട്ട് മാറുന്നു. ഇവര് രണ്ടുപേരും ഐസോമേഴ്സ് ആണ് കേട്ടോ. ഇനി ഇതില് ഇങ്ങനെ ഈ DHAP എന്ന് പറയുന്ന ട്രയോസ് ഫോസ്ഫേറ്റ് എന്തായിട്ട് മാറും? അതും മറ്റൊരു ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് തന്നെയായിട്ട് മാറും കേട്ടോ കുറച്ച് കഴിയുമ്പോ. അപ്പൊ എന്തുണ്ടാവും? എത്ര മോളിക്യൂൾ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ഇപ്പൊ നമുക്ക് കിട്ടും? ടോട്ടല് 2 എണ്ണം കിട്ടും അല്ലെ? എങ്ങനെയാണ്? ഇത് തന്നെയായിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് 2 ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ട്രയോസ് ഫോസ്ഫേറ്റിന് കിട്ടും. എന്തിനാണ് ഇത് ഉണ്ടായത്? ഇതിന്റെ ഉദ്ദേശം എന്താണ്? ഇതിന് എന്ത് മാറ്റാണ് ഇനി നടക്കാനുള്ളത്? നമുക്ക് നോക്കാം. ഈ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് എന്നുള്ള ട്രയോസ് ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേഷൻ നടന്നു. അതിന്റെ ഹൈഡ്രജനെ വിട്ടുകൊടുത്തുകൊണ്ട് ഒപ്പം തന്നെ ഇവിടെ ഒരു മോളിക്കുലാർ ലെവലിൽ ഒരു ഫോസ്ഫോറിലേഷൻ നടന്നുകൊണ്ട് എന്തായി മാറും? ട്രയോസ് ബിസ് ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. എന്താ സംഭവിച്ചത്? വല്ല ഐഡിയ ഉണ്ടോ? ഇപ്പൊ ഐഡിയക്ക് തരാം കേട്ടാ. ഇവിടെ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് എന്ന വെറും ട്രയോസ് ഫോസ്ഫേറ്റ് ട്രയോസ് ബിസ് ഫോസ്ഫേറ്റ് ആയി. ട്രയോസ് ബിസ് ഫോസ്ഫേറ്റ് 2 ഫോസ്ഫേറ്റ് കിട്ടി. ഇപ്പോ നേരത്തെ ഒരു ഫോസ്ഫേറ്റ് ഉണ്ടായിരുന്നു. 3 കാർബണുള്ള കോമ്പൗണ്ട് ആണ്. അതില് 3ാമത്തെ കാർബണില് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ ദാ നോക്കൂ, ഇവിടെ 2ാമതൊരു ഫോസ്ഫേറ്റും കൂടി കിട്ടും. അത് 1ാമത്തെ കാർബണിലാവും അല്ലെ? 3 എണ്ണല്ലേ? 1 2 3 3 ഉണ്ടെങ്കിൽ 1ാമത്തേൽ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കിട്ടി, 3ാമത്തേൽ അടുത്തതൊരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കിട്ടി. അപ്പൊ അതിനെ നമ്മൾ ഇനി എന്ത് വിളിക്കണം? ട്രയോസ് ബിസ് ഫോസ്ഫേറ്റ്. അങ്ങനെയുള്ള ഒരു കോമ്പൗണ്ട് ആയിട്ട് മാറും. ഇതിനു വേണ്ടിയിട്ട് ATP മുതലാക്കേണ്ട ചെലവ് വന്നോ? ഇല്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇവിടെ ATP എടുത്തില്ല. പകരം എടുത്തത് എന്താണെന്ന് അറിയോ? ഒരു ഇൻഓർഗാനിക് ആയിട്ടുള്ള ഫോസ്ഫേറ്റ്, വെറുതെ ആ സൈറ്റോപ്ലാസ്റ്റിൽ കിടന്നിരുന്ന ഒരു ഫോസ്ഫേറ്റ്. മനസ്സിലായോ? ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂളിനെ അതിന്റെ ഉള്ളിൽ കൂടെ ആഡ് ചെയ്ത് എന്താക്കി മാറ്റി? ട്രയോസ് ബിസ് ഫോസ്ഫേറ്റ് ആക്കി മാറ്റി. അതിനിടയില് ഒരു NADH ആയിട്ട് മാറുന്നുണ്ട്. NAD എന്നുള്ള ഒരു കോമ്പൗണ്ട് NADH എന്നുള്ള ഒരു കോമ്പൗണ്ട് ആയിട്ട് മാറുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കാര്യം ഉണ്ടാവും. ടീച്ചർ 3 തവണ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവും. നമുക്ക് നോക്കാം എന്തുകൊണ്ട് 3 തവണ പറഞ്ഞു എന്നുള്ളത് പിന്നീട് നോക്കാം. എന്തായാലും ഇവിടെ 1,3 ബൈഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് എന്നുള്ള ട്രയോസ് ഫോസ്ഫേറ്റ് ആണ് ഇവിടെ ഉണ്ടായത്. 3 കാർബൺ ഉള്ള ഒരു കോമ്പൗണ്ട് ആണ്. ഇതില് 3 കാർബൺ ഒക്കെ ഉണ്ടല്ലോ. ഇത്രയും നേരം ഞാൻ 3 കാർബൺ 2 കാർബൺ 3 കാർബൺ ഉണ്ട്. പക്ഷെ അതില് 2 ഫോസ്ഫേറ്റ് മോളിക്യൂൾ ഉണ്ട് അല്ലെ? 1ാമത്തേലും 3ാമത്തേലും ഫോസ്ഫേറ്റ് ഗ്രൂപ്പുകളുണ്ട്. 1 3 കണ്ടില്ലേ? 1ാമത്തെ കാർബണിലും 3ാമത്തെ കാർബണിലും ഫോസ്ഫേറ്റ് ഗ്രൂപ്പുകൾ ഉണ്ട്. 2 ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട് ചുരുക്കത്തില്. ഇത് ഇത്തിരി കൂടുതലല്ലേ? വേണ്ട, എനിക്ക് വേണ്ട. ഞാൻ പാവമാണ്. ആരാണ്? ദാനധർമ്മിഷ്ഠനായിട്ടുള്ള ഒരു ആസിഡ് ആണ് ആര്? 1,3 ബിസ് ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് അല്ലെങ്കിൽ 1,3 ബൈഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് എന്ന് പറയുന്ന ഈ ട്രയോസ് ഫോസ്ഫേറ്റ് മോളിക്യൂൾ കേട്ടോ. ബിസ് ഫോസ്ഫേറ്റ്. ഇത് ബിസ് ഫോസ്ഫേറ്റ് ഒക്കെ എനിക്ക് വേണ്ട, എനിക്ക് ഒരു ഫോസ്ഫേറ്റ് മതി എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ 1ാമത്തെ കാർബണിൽ ഉണ്ടായിരുന്ന ഫോസ്ഫേറ്റിനെ ഡൊണേറ്റ് ചെയ്യും. ആർക്ക് ഡൊണേറ്റ് ചെയ്യും? ADPക്ക് ഡൊണേറ്റ് ചെയ്യും. ADP എന്തായി മാറും? ATP ആയിട്ട് മാറും. ഹാപ്പി ആയി അല്ലെ? എനർജി കിട്ടി. ആദ്യമായിട്ടാണ് ഇവിടെ ATP കിട്ടണ ഒരു കാര്യം പറഞ്ഞത്.
ഇതുവരെ ATP പോയി 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 എന്നാ പറഞ്ഞത്. ഇപ്പൊ നോക്കൂ ATP കിട്ടി തുടങ്ങിട്ടോ. അപ്പൊ അങ്ങനെ ഇവിടെ ആദ്യമായിട്ടൊരു ATP കിട്ടി. എവിടെ നിന്നാണ് കിട്ടിയത്? ഈ 1,3-ബൈഫോസ്ഫോഗ്ലിസറിക് ആസിഡിന്റെ ഒന്നാമത്തെ കാർബണിൽ ഉണ്ടായിരുന്ന ഫോസ്ഫേറ്റ് ആണ് ഇവിടെ ADP എടുത്തത് കേട്ടോ. അങ്ങനെ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആയി. മാത്രമല്ല 1,3-ബൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഇപ്പോൾ എന്തായി മാറി കാണും? വെറും 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് അല്ല. അതെന്താവാനാ? ഒന്നാമത്തെ കാർബണിലെ ഫോസ്ഫേറ്റിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തായി മാറും? 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. എവിടെയോ ഈ പേര് മുൻപ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇല്ലേ? കേട്ടിട്ടില്ലേ? C3 സൈക്കിളിൽ ആദ്യം ഉണ്ടാവുന്ന കോമ്പൗണ്ടിന്റെ പേര് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് എന്നായിരുന്നു, അല്ലേ? അത് തന്നെയാണ് ഇവിടെ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ എന്തുണ്ടായി? 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് എന്ന് പറയുന്ന PGA എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ടായി കേട്ടോ. 3 കാർബൺ ആണെന്ന് നമുക്ക് പണ്ടേ അറിയാം. ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും വഹിച്ചുകൊണ്ട് PGA നടക്കുകയായിരുന്നു. അതിനിടയിൽ PGAക്ക് എന്ത് വിചാരിക്കും? ഒരു ഇങ്ങനെ കുറെ നേരം അങ്ങനെ ഒരേ രീതിയിൽ ഇരിക്കുമ്പോ നമുക്കൊരു മുഷിപ്പ് വരും അല്ലെ? അപ്പൊ നമ്മൾ ഇങ്ങോട്ട് തിരിയും. എന്തിനാണ്? അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല, അവിടെ നിന്ന് ഓടിപ്പോകാൻ പറ്റില്ല, കാരണം ക്ലാസ് കേട്ടേ പറ്റുള്ളൂ. അപ്പൊ എന്താണ്? കുറെ നേരം ഒരേ സ്ട്രെച്ചിൽ ഇരിക്കുമ്പോ നമുക്കൊന്ന് മുഷിപ്പ് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? അതൊക്കെ ഒന്ന് അനങ്ങി നോക്കും, അല്ലെങ്കിൽ ഒന്ന് നടന്നു നോക്കും, അല്ലെ? അതേപോലെ ട്രയോസ് ഫോസ്ഫേറ്റ് ആയിട്ടുള്ള ഈ 3PGAക്ക് കുറച്ചു നേരം കഴിയുമ്പോ അതിന് ഒരു രൂപമാറ്റം വേണമെന്ന് തോന്നും. അപ്പോ അത് അടുത്ത രൂപത്തിലേക്ക് ചേഞ്ച് ചെയ്യും. ഏത് രൂപത്തിലേക്കാണ് മാറുന്നത്? 2-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. എന്താ ഉണ്ടായത് ഇപ്പോ? 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് 2-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയിന്ന്. എന്താ കഥ? എന്താ സംഭവിച്ചത്? ഇടത്തെ കാലിലെ മന്ത് അല്ലെ, നാരായണത്ത് ഭ്രാന്തൻ ദേവിനെ പ്രാർത്ഥിച്ച്, അപ്പൊ ദേവി വരം നൽകാനായിട്ട് നിൽക്കുകയാണ്. നിനക്ക് എന്താ വരം വേണ്ടത് മകനെ, ചോദിച്ചോളൂ എന്ന് പറയും. അപ്പൊ എന്ത് പറയും? എനിക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട, എനിക്കിപ്പോ ഒന്നും അല്ലാണ്ട്, എനിക്ക് ഇനി ഒന്നും വേണ്ട എന്ന് പറയും. എന്റെ ഭ്രാന്ത് മാറ്റി തരാനോ അങ്ങനെ ഒന്നും ആള് ചോദിക്കില്ല. ആളെന്ത് പറയും? എനിക്കെല്ലാം ഉണ്ട്, ഇപ്പോ എനിക്ക് ഒന്നും വേണ്ടെന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നീ എന്നെ വിളിച്ചു വരുത്തിയതല്ലേ, വിളിച്ചു വരുത്തിയിട്ട് ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അതെന്നെ അപമാനിക്കലാവും. എന്തെങ്കിലും ചോദിക്കാൻ പറയും, നിർബന്ധാണെന്ന് പറയും. അങ്ങനെ ദേവിക്ക് നിർബന്ധാണെങ്കിൽ എന്റെ ഇടത്തെ കാലിലെ മന്ത് വലത്തെ കാലിലേക്ക് ഒന്ന് മാറ്റി തന്നാ സൗകര്യമായിരുന്നു. എന്താ ഉണ്ടായത്? ഇടത്തെ കാലിലെ മന്ത് വലത്തെ കാലിലേക്ക് മാറ്റിത്തരാൻ നല്ല കാര്യണ്ടാ. അതേപോലെയാണ് ഇവിടെ ഉണ്ടായത്. എന്ത്? മൂന്നാമത്തെ കാർബണിൽ ഉണ്ടായിരുന്ന ഫോസ്ഫേറ്റിനെ രണ്ടാമത്തെ കാർബണിലേക്ക് ഒന്ന് തട്ടി തന്നു. അത്രേ ഉള്ളൂ കേട്ടോ. നിസ്സാരമായിട്ടുള്ള ഒരു ചേഞ്ച്, ഐസോമറൈസേഷൻ ആണ്. മോളിക്കുലർ ഫോർമുലയിലൊന്നും വ്യത്യാസം വരില്ല. എന്താണ് ഉണ്ടായത്? മൂന്നാമത്തെ കാർബണിൽ ഇരുന്നിരുന്ന ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ രണ്ടാമത്തെ കാർബണിലേക്ക് തട്ടിക്കൊടുത്തു. അത്രേ സംഭവിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പൊ എന്തായി മാറി? 3PGA 2PGA ആയിട്ട് മാറി. വേറെ വ്യത്യാസമൊന്നുമില്ല. എന്തിന്? ലക്ഷ്യങ്ങളുണ്ട് മകളെ, അല്ലെങ്കിൽ മകനെ. എന്താണ് ലക്ഷ്യം? 2-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് അടുത്ത ഒരു മോളിക്യൂൾ ആയിട്ട് മാറുന്നുണ്ട്. ആ മോളിക്യൂളിനെ വിളിക്കുന്ന പേരാണ് ഫോസ്ഫോഈനോൾ പൈറുവിക് ആസിഡ്. 2-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് അതിന്റെ അടുത്തുള്ള ഒരു കൂട്ടുകാരനായിട്ട് മാറുന്നു, അല്ലെങ്കിൽ തൊട്ടടുത്ത ഒരു മോളിക്യൂൾ ആയിട്ട് മാറുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് 2-ഫോസ്ഫോഈനോൾ പൈറുവിക് ആസിഡ്. ഈ പേരും എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ടീച്ചറെ. ഫോസ്ഫോഈനോൾ പൈറുവിക് ആസിഡ് എവിടെയോ കേട്ടിട്ടുണ്ട്, കേട്ടിട്ടില്ലേ? PEP കേട്ടിട്ടുണ്ടോ? നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. C4 പാത്വേ നമ്മൾ പഠിച്ചപ്പോ കേട്ട പേരാണ് എന്ത്? PEP, ഫോസ്ഫോഈനോൾ പൈറുവിക് ആസിഡ് അല്ലെ. എന്തായാലും അതേ കോമ്പൗണ്ട് തന്നെയാണ് PEP ആയിട്ട് മാറുന്നു. ഫോസ്ഫോഈനോൾ പൈറുവിക് ആസിഡില് എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ. ഇതുവരെ നമ്മൾ 3 കുറയുന്ന ഒരു കാര്യം പറഞ്ഞിട്ടേ ഇല്ല കേട്ടാ. കാർബൺ 3 ഉണ്ട്. എത്ര ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്? ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. രണ്ടാമത്തെ ഫോസ്ഫേറ്റിൽ ഉണ്ടായിരുന്ന ഇവിടുത്തെ ഫോസ്ഫോഗ്ലിസറിക് ആസിഡിന്റെ ഇടത്തെ കാലിലെ മന്ത് വലത്തെ കാലിലേക്ക് ആക്കിയിട്ടുള്ള ഒരു ഫോസ്ഫേറ്റില് ആ ഒരു ഫോസ്ഫേറ്റ് ഉണ്ട്. അത് എവിടെയുണ്ട്? ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്, ഫോസ്ഫോഈനോൾ പൈറുവിക് ആസിഡിനും അതുണ്ട് കേട്ടോ. അപ്പൊ ഈനോൾ പൈറുവിക് ആസിഡിന് അങ്ങനെ ഇരിക്കാൻ ഇഷ്ടമൊന്നുമില്ല. ഈനോൾ ആയിട്ട് വേണ്ട, എനിക്ക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഒന്നും വേണ്ട, എനിക്ക് വെറും പൈറുവിക് ആസിഡ് ആയിട്ട് സിമ്പിൾ ആയിട്ടിരിക്കണം. ഞാൻ വളരെ സിമ്പിൾ ആണ്, എനിക്ക് സിമ്പിൾ ആവണം. അങ്ങനെ സിമ്പിൾ ആവാൻ വേണ്ടി ഫോസ്ഫോഈനോൾ പൈറുവിക് ആസിഡ് എന്ത് ചെയ്യണം? ഒന്ന് ആലോചിച്ച് നോക്കൂ.
ഫോസ്ഫോ ഈനോൾ പൈറുവിക് ആസിഡിന് സിമ്പിൾ ആവണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഈനോൾ ഗ്രൂപ്പിലുള്ള ഫോസ്ഫേറ്റിനെ എടുത്ത് കളയുക, വെറും പൈറുവിക് ആസിഡ്. എന്ത് റിലാക്സേഷൻ അല്ലെ? ഇതുവരെ 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്, ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് എന്തൊക്കെ പേരുകളിലായിരുന്നു അറിയപ്പെട്ടത്. ഇപ്പൊ എന്ത് സമാധാനമുണ്ട്. എന്തായിട്ടാ മാറിയത്? പൈറുവിക് ആസിഡ്. വളരെ സിമ്പിൾ അല്ലെ? അപ്പൊ അങ്ങനെ ഫോസ്ഫോ ഈനോൾ പൈറുവിക് ആസിഡ് പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്നു. എങ്ങനെ? ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ തട്ടിക്കളഞ്ഞിട്ടല്ലേ? എവിടേക്ക് കളയും? അങ്ങനെ വെറുതെ കളയൊന്നും വേണ്ട. ആ ഫോസ്ഫേറ്റിനെ ഞാൻ എടുത്തോളാം, എനിക്ക് വേണം. ആർക്ക് വേണം? ഒരാൾ ഓടി വരും. ആരാ ഓടി വരിക? ADP. ആരോടി വരാൻ വേറെ? ADP. കണ്ടോ? ADP ഓടി വന്ന് അത് എന്റെ ഫോസ്ഫേറ്റ് ആണ്, എന്റെ സ്വന്തം എന്ന് പറഞ്ഞ ADP എന്തായി മാറും? ATP ആയിട്ട് മാറും. ADPക്ക് ഒരു ഫോസ്ഫേറ്റിനും കൂടി കിട്ടുമ്പോൾ ADP ATP ആയിട്ട് മാറും. മനസ്സിലായല്ലോ? അങ്ങനെയാണ് നമ്മുടെ പൈറുവിക് ആസിഡ് ഉണ്ടായ കഥ. മനസ്സിലായോ? ഗ്ലൂക്കോസിൽ നിന്നും പൈറുവിക് ആസിഡ് ഉണ്ടായ യാത്രയാണ് ഗ്ലൈക്കോളിസിസ്. ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസിൽ നിന്നും നമുക്ക് 2 മോളിക്യൂൾ പൈറുവിക് ആസിഡ് ഉണ്ടാക്കാം. അതിന് ഏക കാരണം ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റ് 2-3 കാർബൺ ഉള്ള കോമ്പൗണ്ടുകളായിട്ട് വിഘടിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ തൊട്ടുള്ള എല്ലാ സ്റ്റെപ്പുകളും 2 തവണ നടക്കും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് എനർജിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഒരു ATP മൈനസ്, 2 ATP മൈനസ്, നെഗറ്റീവ് കേട്ടോ. ഇനി പോസിറ്റീവ് എത്ര ATP ഉണ്ട്? ഇവിടെ ഒരു ATP, ഇവിടെ ഒരു ATP. 4 തവണ സ്വന്നാൽ 100 തവണ സ്വന്തം മാതിരി. എവിടെയാ? ഭാഷ. പക്ഷെ ഇവിടെ ഭാഷയല്ല, ഇവിടെ എന്തൊക്കെയാണ്? ATP ആണ്. ATP ആയതുകൊണ്ട് നോക്കൂ, ഇവിടെ ഒരു ATP എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും 2 തവണ ഈ ഒരു പ്രവർത്തനങ്ങൾ ഇവിടെ മുതലുള്ള നടക്കുന്നുണ്ടല്ലോ അല്ലെ? അതുകൊണ്ട് തന്നെ 2 ATP വീതം കിട്ടും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോ ചുരുക്കത്തിൽ +2 +2 +2 +2 എത്രയാവും? +2 +2 കൂടി ചേർന്ന് എത്രയാവും? +4. അപ്പൊ 4 ATP നമുക്ക് കിട്ടിട്ടോ. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടാവണുണ്ടോ? ഇവിടെ ഇതോ NADH കണ്ടില്ലേ? NADH പറഞ്ഞപ്പോ ടീച്ചർ പറഞ്ഞിരുന്നു ഉപകാരം ഉണ്ടാവും എന്നല്ലേ? 3 തവണ പറഞ്ഞു. എന്താ കാരണം? ഒരു NADH-ൽ നിന്നും 3 ATP കിട്ടും. ഒരു NADH-ൽ നിന്നും എത്ര ATP കിട്ടും? 3 ATP കിട്ടും. സന്തോഷായില്ലേ? അപ്പൊ ഒരു NADH അല്ല ഇവിടെ ഉണ്ടാവുന്നത്, 2 NADH ഉണ്ടാവുന്നുണ്ട്. 2 തവണ സൈക്കിൾ നടക്കില്ലേ? അപ്പോ നമുക്ക് ടോട്ടൽ 6 ATP ഇവിടെ നിന്ന് തന്നെ കിട്ടും. മനസ്സിലായില്ലേ? ഇപ്പൊ 3 തവണ പറഞ്ഞാല് ഗുണം ഇവിടെ 6 ATP നമുക്ക് NADH-ൽ നിന്നും കിട്ടും. അപ്പൊ അങ്ങനെ എത്ര എണ്ണായി ആകെ? 6 ATP, 7, 8 ATP, 9, 10 ATP. 10 ATP ആകെ കിട്ടും. പ്ലസ് ആണ്. അതിൽ നിന്ന് മൈനസ് ചെയ്യേണ്ട എത്ര ATP? 1, 2. 2 ATP പൊക്കോട്ടെ, മുതൽ മുടക്കിയത് നമ്മൾ വേണ്ട. ഇപ്പൊ എത്രയാകെ? നമുക്ക് 8 ATP മിച്ചം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഗ്ലൈക്കോളിസിസ് കഴിയുമ്പോൾ നമുക്ക് 8 ATP ആണ് മിച്ചം കിട്ടുന്നത്. അതാണ് ടീച്ചർ ഇവിടെ എഴുതിയിരിക്കുന്നത്. -2 ATP +4 ATP +2 NADH. 2 ATP അങ്ങനെ തന്നെ എഴുതി. അല്ല, എന്താ ഉണ്ടായത്? 4 ATP-യിൽ നിന്ന് 2 ATP പോയപ്പോൾ 2 ATP കിട്ടി. കൂടാതെ 2 NADH-ൽ നിന്ന് നമുക്ക് 6 ATP കിട്ടി. അങ്ങനെ 2 + 6 together 8 ATP. 8 ATP is the net gain of glycolysis. Glycolysis കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത്, നമുക്കല്ല സെല്ലിന് കിട്ടേണ്ടത് 8 ATP ആണ്. ഇത് എങ്ങനെ കിട്ടി എന്നുള്ളത് ഇപ്പോൾ നമുക്ക് മനസ്സിലായി. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.